വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഫരീസയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. എന്താണ് ഈശോയുടെ പ്രതികരണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഈശോ അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. ഫരീസയർ അവനെ തകർക്കാൻ വരുമ്പോൾ യേശു അവിടെ നിന്ന് പിന്മാറുന്നു. ഈ പിന്മാറ്റുന്ന ഒരു സ്വഭാവം നമ്മൾ ചിന്തിക്കണം. ക്രിസ്തു ആരാണ്? കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി വച്ചപ്പോൾ അത് രുചിയുള്ള വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റാൻ കെൽപ്പുള്ളവനാണ് അവൻ. 5 അപ്പക്കഷ്ണങ്ങൾ അവൻ്റെ മുമ്പിലേക്ക് വയ്ക്കപ്പെട്ടപ്പോൾ 1000-ങ്ങൾക്ക് വിളമ്പാനുള്ള വിഭവമാക്കി മാറ്റിയവനാണ് അവൻ. ഈ അത്ഭുതത്തിനും ഒരു സ്പേസ് ഉള്ളപ്പോൾ, സ്കോപ്പ് ഉള്ളപ്പോൾ കർത്താവ് എന്തേ അവിടെ നിന്ന് പിൻവാങ്ങി? മനോഹരമായ പാഠം ഇതാണ്. എപ്പോഴും നിൻ്റെ പ്രതികരണം സ്വർഗത്തിന് ആവശ്യമില്ല. ചില ഇടങ്ങളിൽ പ്രതികരണമല്ല, അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ആവശ്യം. സ്നേഹം, ഒന്ന് മാറി നിൽക്കാൻ, ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ ക്രിസ്തു വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. സ്നേഹമുള്ള ചില യാത്രക്കിടയിൽ വല്ലാതെ നമ്മൾ ക്ഷീണിതരായി കഴിയുമ്പോൾ ഒരു വിശ്രമത്തിൽ നമ്മൾ പിന്മാറുന്നത് പോലെ, ഒരു ജീവിതത്തിൻ്റെ ക്ലേശകരമായ അനുഭവം വരുമ്പം ഒന്ന് മാറി ഒരു ധ്യാനാനുഭവത്തിലേക്ക്, മൗനത്തിലേക്ക് നമ്മൾ മാറുന്ന പോലെ ക്രിസ്തു നമുക്ക് തരികയാണ് ഒരു 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 പുതിയ മെത്തഡോളജി, പുതിയൊരു പെഡഗോജി തരികയാണ്. ജീവിതത്തിൽ പരുവപ്പെട്ട അനുഭവങ്ങൾ, ഒരുപക്ഷെ പൊരുത്തപ്പെടാനാവാത്ത അവസരങ്ങൾ വരുമ്പോൾ, അതിനോട് പരുവപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോൾ ഒന്ന് പിന്മാറാൻ ക്രിസ്തു തരുന്ന ഒരു സ്വഭാവം ഇന്നത്തെ കാലത്തിന് ഏറ്റവും അനിവാര്യമാണെന്ന് തോന്നുന്നു. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.